മക്കളെ, ഇനി 10ാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികളോടാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിലെ മാത്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് സമാന്തര ശ്രേണികൾ, അരിതമെറ്റിക് സീക്വൻസ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു റീലിനകത്ത് കണ്ടു, ഈ 2 ഇക്വേഷൻസ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് വരുന്ന ഏതൊരു ചോദ്യത്തിന്റെയും ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കണ്ടു. പക്ഷേ ഞാൻ ഒരിക്കലും അതിനോട് യോജിക്കുന്നില്ല. കാരണം ഈ 2 ഇക്വേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടില്ല, ഇതുപോലെ പറഞ്ഞിട്ടില്ല. ദെൻ CBSE 5ാമത്തെ ചാപ്റ്ററാണ് അരിതമെറ്റിക് സീക്വൻസ്. അവിടെ CBSE ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻസ് ഇതുപോലെ അവർക്ക് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് അത് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. എന്നാൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻസ് ഡയറക്റ്റ് അവർ തന്നിട്ടില്ല. അത് മാത്രമല്ല, 1ാമത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററും പരസ്പരം കണക്റ്റഡ് ആണ്. അതിൽ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് അവർ നമുക്ക് കുറച്ച് പുതിയ ഐഡിയാസ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്തും എളുപ്പ വഴി കൂടി നേടിയെടുക്കാം എന്ന് പറയുമ്പോൾ അവിടെ കുറേ പോരായ്മകൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും. അതേസമയം ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പം SLC റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ മാറി. ഇനി നമ്മൾ എന്തെങ്കിലും പഠിച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. ആ കണ്ടന്റ് ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും, ഏതൊക്കെ രീതിയിൽ നമുക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഒരു ആൻസർ നമ്മളായിട്ട് ഉണ്ടാക്കിയിട്ട് അതിന് റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് ഉണ്ടാക്കാൻ പറ്റണം. അപ്പോഴൊക്കെയാണ് നമുക്ക് എബോവ് 20% എബോവ് ആവറേജ് ക്വസ്റ്റ്യൻസിന്റെ ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, എളുപ്പ വഴികൾക്ക് എപ്പോഴും എന്തുണ്ട്, പരിമിതികളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ എല്ലാ വഴികളും നോക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ അവരുടെ സമയത്ത് അവർ എനിക്ക് അയച്ചു തന്ന ഒരു ആൻസറിന്റെ സ്റ്റെപ്പും അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഈ 2 ഇക്വേഷൻസ് പഠിച്ച ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ശരിയാണ്, ഈ 2 ഇക്വേഷനിൽ നിന്നും ബാക്കി ഇക്വേഷനൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, കുറേ സ്റ്റെപ്സ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്പർ 1 വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം x4, അതുപോലെ 4ാം പദവും 6ാം പദവും തമ്മിൽ കൂട്ടിയപ്പോൾ 120 ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ ഇതാണ്, x5 എത്ര? മക്കളെ, 4ഉം 6ഉം കൂട്ടിയാൽ 10 അല്ലേടാ, 10ന്റെ പകുതി അല്ലേ 5. അപ്പോൾ x5 കണ്ടെത്താൻ നമ്മൾ ആരുടെ പകുതി എടുത്താൽ മതി, 120യുടെ പകുതി എടുത്താൽ മതി. അത് എത്രയാണ്, 60 ആണ്. ഇനി S9 എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു അരിതമെറ്റിക് സീക്വൻസിലെ ആദ്യത്തെ 9 ടേംസിന്റെ സം. അതും കണ്ടെത്താൻ നമ്മളെടുത്തൊരു എളുപ്പ വഴിയുണ്ട്. 9 ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ നമ്മളിങ്ങനെ 9 ആൾക്കാർ ഇങ്ങനെ നിരക്കി നിർത്തി കഴിഞ്ഞാൽ കറക്റ്റ് മിഡിൽ വരുന്നത് എത്രാമത്തെ ആളായിരിക്കും, 5ാമത്തെ ആളായിരിക്കും. അപ്പോൾ ഇതിന്റെ സമ്മ കണ്ടെത്താൻ 9 × S5 ആണ്. ദെൻ ആൻസർ നമുക്ക് എത്ര കിട്ടി, S5 ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. 9 × 60 = 540. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്, 2ാം പദം x2 20 ആയാൽ x8 എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ചിന്തിക്കുക, 2 + 8 10 ആണ്, 4 + 6 10 ആണ്. അതിനർത്ഥം ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് 120 ആണ്. അങ്ങനെയാണെങ്കിൽ x8 നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക, 120 - 20 = 100. ഇത്രയും നമുക്ക് അറിയേണ്ടതുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് അറിയുന്ന കുട്ടിക്കാണ് ഇതിൽ നിന്ന് വരുന്ന മിക്ക ക്വസ്റ്റ്യൻ്റെ ആൻസറും ചെയ്യാൻ പറ്റുക. നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരുപാട് സ്റ്റെപ്സുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല, എങ്ങനെയൊക്കെയാണ് ഇപ്പം ആ ഒരു ക്വസ്റ്റ്യനകത്ത് അവരെനിക്ക് തന്ന റിപ്ലൈ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മൾ പാഠഭാഗം ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് ബുക്കിലെ കണ്ടന്റുകൾ നമ്മൾ നന്നായിട്ട് പഠിക്കുക, മാത്സ് നിങ്ങൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അങ്ങനത്തെ ഒരു കുട്ടിക്ക് മാത്സിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കും. ഓക്കെ, താങ്ക് യു.